ഈ സ്വർണത്തിന്റെ പ്യൂരിറ്റിയെ പറ്റി, തങ്കം ചേർന്ന സ്വർണം ഇത്ര, അതിന്റെ ഇത്ര പവൻ, അതിന്റെ ഗോൾഡിന്റെ മൂല്യം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. നമ്മളിപ്പം ഒരു ആഭരണം, സ്വർണ്ണാഭരണം വാങ്ങാൻ ജ്വല്ലറി പോയാൽ, അല്ലെ കല്യാണത്തിനോ മറ്റു ചടങ്ങിനോ നമ്മൾ സ്വർണം വാങ്ങാൻ പോകും, അല്ലെ നമ്മൾ സ്വർണം വിൽക്കാൻ പോകും, പല കാര്യത്തിന് വിൽക്കാൻ പോകുമ്പോൾ, അല്ലെ പണയം വെക്കാൻ പോകുമ്പോൾ ഈ സ്വർണത്തിന്റെ പ്യൂരിറ്റി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് BIS സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹാൾമാർക്കിംഗ് ഉണ്ട്, പിന്നെ 916 ഗോൾഡ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഈ പറയുന്ന നിയമപ്രകാരം ജുവലറികൾ നോക്കിയിട്ടാണ് സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതും, പഴയ സ്വർണം വാങ്ങുന്നതും പുതിയ സ്വർണം വിൽക്കുന്നതും. അത് ഗുണമേന്മ മുദ്രണത്തിൽ പറയുന്നതാണ് ഈ പറയുന്ന BIS ഓർ ഹാൾമാർക്ക് അല്ലെങ്കിൽ 916 ഗോൾഡ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ചിലരുടെ പ്യൂരിറ്റി, ഈ സ്വർണം പോലെ ചിലരുടെ പ്യൂരിറ്റി, ശുദ്ധി എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കാൻ ഒരാളെ നമ്മളിപ്പം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നായർ സമുദായത്തിൽപ്പെട്ടവരുടെ ഈ പറയുന്ന ഗുണമേന്മ, സ്വർണത്തിന്റെ ഈ പ്യൂരിറ്റി പോലെ ആ ഗുണമേന്മ നിശ്ചയിക്കുന്ന ഒരാള് ഈ നാട്ടിലുണ്ട്. അത് പെരുന്നയിലെ പോപ്പ് എന്നറിയപ്പെടുന്ന G. സുകുമാരൻ നായരാണ്. NSSന്റെ ജനറൽ സെക്രട്ടറിയായ G. സുകുമാരൻ നായർ. ഇത് വെറുതെ പറയില്ല. അദ്ദേഹത്തിനൊരു അളന്ന് തൂക്കം, ഒരു സിസ്റ്റമുണ്ട്. അതനുസരിച്ചാണ് നായർ സമുദായത്തിലെ ഒരാൾ നല്ല നായരാണോ, പെരുന്ന നായരാണോ, ആഠ്യ നായരാണോ, ഡൽഹി നായരാണോ, ആഗോള നായരാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പെരുന്ന പോപ്പിന്റെ അളവുകോൽ വെച്ചിട്ടാണ്. തർക്കമൊന്നും ഞങ്ങൾക്ക് കരുത്തിലില്ല. അങ്ങനെ ഇടയ്ക്ക് പുള്ളി സ്കെയിൽ വെച്ച് ഓരോന്നിങ്ങനെ ഇളക്കിയിട്ട് ഒരു നായര് കൊള്ളാവുന്ന പുള്ളി പറയും, പിന്നെ പറയും ആ നായര് കൊള്ളില്ല, മറ്റേ നായരുടെ അപ്പുറത്തെ നമ്പ്യാരാണ് ഇനി നല്ലത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ, രാഷ്ട്രീയ തമാശ. എന്താണ് വിഷയം? വിഷയത്തിലേക്ക് നേരിട്ട് വരാം, കാട് കയറി പോകുന്നില്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണയൊക്കെ ശശി തരൂർ എന്ന് പറയുന്ന നല്ല നായരാക്കിയ ഡൽഹി നായരെ നല്ല നായരാക്കിയിട്ട് പിന്തുണച്ചു NSS എന്ന് പറയുന്ന G. സുകുമാരൻ നായർ. ഇപ്പം കളം മാറി, കളി മാറി, സംഭവം മാറി. എന്താണ്? ഒരു നമ്പ്യാർ വന്നിരിക്കുന്നു. നായരേക്കാൾ പ്യൂരിറ്റി 916 ഗോൾഡ് പോലെ പ്യൂരിറ്റി നമ്പ്യാർക്കുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം നായരെ വിടുന്നു. ഡൽഹി നായരെ നമ്മൾ സ്വന്തം നായരാക്കിയെങ്കിലും ഇനിയിപ്പോൾ ഞങ്ങൾ നമ്പ്യാരെ നമ്മളെ സ്വന്തം ആളാക്കി മാറ്റുന്നു. കാരണം നമ്പ്യാർ നായരെക്കാൾ ഒരു പടി കൂടി മുന്നിലാണല്ലോ. അങ്ങനെ നമ്പ്യാരായ ആരെ, രാജീവ് ചന്ദ്രശേഖരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ആര്? പെരുന്നയിലെ പോപ്പ്, NSSന്റെ പോപ്പ്. എങ്ങനെയുണ്ട്? ശശി തരൂർ ഔട്ട്. ശശി തരൂർ പുള്ളി പറഞ്ഞ, പെരുന്നയിലെ പോപ്പ് പറഞ്ഞത്, പണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഒരു വിദേശ നായർ, ഡൽഹി നായർ, പക്ഷെ നമുക്ക് പറ്റിയ ഒരു നായരാണെന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് പെരുന്നയിലേക്ക് വിളിച്ചിട്ട് മന്നം സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിക്കാനും NSSന്റെ സമ്മേളനത്തിൽ സംബന്ധിക്കാനും പ്രസംഗിക്കാനും ഞങ്ങൾ ശശി തരൂരിനെ ക്ഷണിച്ചത്. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, തിരുത്തി, നല്ല നായരാണ്, അതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചു, വരുത്തി. അതിന് നല്ല നായരായ ശശി തരൂര് അകമഴിഞ്ഞ നന്ദി സുകുമാരൻ നായരോട് NSSനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ആ പ്രസംഗം ഓർത്താൽ മതി. ഞാനിതിൽ വിജംഭിതനായിട്ട് ഇങ്ങനെ സംസാരിച്ച, പിന്നെ ഞാൻ അഭിമാനിക്കുന്നു ഒരു നായരായി ജനിച്ചതിൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗം ഉണ്ടല്ലോ, ഓർത്ത് നോക്കിയാൽ മതി. പെരുന്നയിലെ പ്രസംഗം. ഇപ്പതാ അടവടലം സംഭവം മാറി മറിഞ്ഞിട്ട് നമ്പ്യാര്, BPL നമ്പ്യാര്. BPL ആരാണ്? ഇപ്പോഴത്തെ ഈ നമ്പ്യാരുടെ അമ്മായിയച്ഛൻ തുടങ്ങിയ കമ്പനിയാണ്, ഇലക്ട്രോണിക് IT കമ്പനിയാണ് BPL TV, BPL മൊബൈൽ, BPL കണക്ട്, BPL അതേ ഇത്. ആ BPLനെ പിന്നെ പുള്ളി വിറ്റിട്ട് ആ കോടികൾ അദ്ദേഹത്തിന്റെ മരുമകനായ, മകളുടെ ഭർത്താവായ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പൊ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ആ പൈസ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് പുള്ളി സ്വന്തം ബിസിനസ്സിലേക്ക് പോയി ബിസിനസ്സെല്ലാം വികസിപ്പിച്ചിട്ട് പുള്ളി ഇപ്പൊ ഏഷ്യാനെറ്റ് വരെ സ്വന്തമാക്കി. ഏഷ്യാനെറ്റ് മുതലാളിയായിട്ട് പുള്ളി മാറി. ഇപ്പോൾ അയാൾ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമ്പോൾ, രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പം പെരുന്നയിലെ പോപ്പിന് G. സുകുമാരൻ നായർക്കൊരു തോന്നല്, ഡൽഹി നായരെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ നായരാക്കി, പെരുന്നയിലെ നായരാക്കി. എന്നാൽ ഇപ്പം ഈ നമ്പ്യാരെ വന്നപ്പോൾ നമുക്കിനി ഒന്ന് കളം മാറ്റിയാലോ, ഈ നമ്പ്യാരെ കൊണ്ട് വേറെ വല്ല ഗുണങ്ങളും നമുക്ക് കിട്ടിയാലോ,
അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നാലെയാണ് ഇപ്പോൾ NSS. തിരുവനന്തപുരത്ത് എത്ര നായന്മാര് ഇത് കേട്ടിട്ട് വോട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. കാരണം ഇവിടെ ഒരു ആപ്തവാക്യമുണ്ട്. അതായത് ഈ നമ്മുടെ പെരുന്നയിലെ പോപ്പ് G. സുകുമാരൻ നായരും പിന്നെ നടേശ ഗുരുവും വെള്ളാപ്പള്ളി നടേശനും ആരെയൊക്കെ ഇലക്ഷനിൽ പിന്തുണച്ചു അവരെല്ലാം തോറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ. ഇതാണ് ചരിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സൂക്ഷിച്ചുകൊള്ളുക, പെരുന്നയിലെ പോപ്പിന്റെ ഉപദേശം ഒരൊറ്റ നായരും തിരുവനന്തപുരത്ത് കേൾക്കാൻ പോടില്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ കോടീശ്വരനായ മുതലാളി ആലോചിക്കുക. ശശി തരൂർ കോടീശ്വരനാണ്, കോടികളുടെ സ്വത്തുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയൊരു കോടീശ്വരൻ വന്നിരിക്കുന്നു ആര്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നമ്പ്യാര്. അപ്പം നമുക്ക് നായർ ദാസ്യ പണി നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? നായരുടെ ഞങ്ങളുടെ പെരുന്നയിലെ പോപ്പ് ഞങ്ങളെല്ലാവരും, അതാണ് ലൈൻ. മനസ്സിലായില്ലേ? ഇനി ഇതിനെപ്പറ്റി ചില ലക്ഷണങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഈ നായരുടെ പ്യൂരിറ്റി തീരുമാനിക്കുന്ന ചില അളവുകോലുകളുണ്ട്, മെഷർമെന്റ്സ്, അളവുകോലുണ്ട്. നല്ല നായരെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പെരുന്നയിലെ പോപ്പ് എങ്ങനെ തീരുമാനിക്കുന്നു? അതിങ്ങനെയാണ്: ചെവിയിൽ പൂട വേണം, പൂട. മറ്റേ സുധാകരൻ പറഞ്ഞ മൈ ഡിയർ പറഞ്ഞതുപോലെ ചെവിയിൽ പൂട വേണം. പിന്നെ നെഞ്ചിൽ നല്ല രോമക്കാട് വേണം. ലക്ഷണത്തെ നായർക്ക് നെഞ്ചിൽ നല്ല രോമക്കാട് വേണം. പിന്നെ ആഠ്യത്വം, അത് നിറഞ്ഞു നിൽക്കണം, കണ്ടു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കണം. പിന്നെ മുതുകിൽ രോമത്തിൻ്റെ ഒരു വനം മുതുകിൽ വേണം നല്ല നായർക്ക്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ കുശുമ്പ് കുന്നായ്മ, പിന്നെ ഇത്തിരി വയറ് കുടവണ്ടി ഒക്കെ വേണം, നല്ല തടിയൊക്കെ വേണം, കുടവയറ് വേണം. ഇങ്ങനെ നോക്കുമ്പോൾ തരൂരിന് ഈ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ നോക്കുമ്പോൾ. പക്ഷെ ഇപ്പം ഈ ലക്ഷണങ്ങൾ അതിനേക്കാൾ കൂടുതൽ പിന്നെ രാജീവ് ചന്ദ്രശേഖരിലുണ്ട്. കണ്ടാൽ ഒരു കരടിയെ പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ. മുഖം മുഴുവനും ദേഹം മുഴുവനും ഒക്കെ ഇതാണ്, രോമങ്ങളാണ്, മുഴുവൻ രോമങ്ങളാണ്. അപ്പോൾ നല്ല ലക്ഷണമൊത്ത നായരാണ് ആര്? നായരിലെ നമ്പ്യാരാണ് ആര്? രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ പിന്തുണയ്ക്കുന്നത് ആരെയാണ്? രാജീവ് ചന്ദ്രശേഖരെയാണ്. എന്ന് പെരുന്ന പോപ്പ് എങ്ങനെയുണ്ട്? ഈ പെരുന്നയിലെ പോപ്പിന്റെ ആഹ്വാനത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ എന്ന നമ്പ്യാരെ അനന്തപുരിയിലെ നായർ മഹാജനങ്ങളെ കോർമയിൽ കൊള്ളിക്കുന്ന ഒരാളായിട്ട് അവതരിപ്പിക്കാൻ NSSനും താല്പര്യമുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. ഫലശ്രുതി കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ വീണ്ടും പഴയ ദില്ലി നായരായിട്ട് മാറി. ഇനി രാജീവ് നമ്പ്യാറാണ് ഞങ്ങളുടെ യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആര്? നമ്മുടെ പെരുന്നയിലെ പോപ്പ്. തിരുവനന്തപുരത്തെ നായന്മാർ എത്രമാത്രം അനുസരിക്കുമെന്നുള്ളത് പഴയ വട്ടിയൂർക്കാവ് റിസൾട്ട് ഒന്നാലോചിച്ചാൽ മതി. VK പ്രശാന്ത് എന്ന നായരല്ലാത്തവൻ വൻ ഭൂരിപക്ഷത്തിന് നായരുകളെ തോൽപ്പിച്ചിട്ട് പെരുന്ന നായരുടെ ആഹ്വാനവും ലംഘിച്ചിട്ട് കരയോഗം നായർമാരുടെ കാമ്പയിനും അട്ടിമറിച്ചിട്ട് നായരല്ലാത്ത VK പ്രശാന്ത് 13,000-ഓളം വോട്ടിന് എങ്ങനെ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പിന്നെ വീണ്ടും ജയിച്ചു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് വരാനിരിക്കുന്ന ഗതികേട് രാജീവ് ചന്ദ്രശേഖർക്ക് എന്താണെന്ന്. ഞങ്ങളൊരു കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കുക. രാജീവ് ചന്ദ്രശേഖർക്ക് കിട്ടിയ ഏറ്റവും വലിയ 8ന്റെ പണിയാണ് NSSന്റെ ഈ പിന്തുണ, പെരുന്ന പോപ്പിന്റെ ഈ പിന്തുണ. ഇതിനാണ് ഇനി അങ്ങേര് നാളെ കാലം കഴിച്ച് ധർമ്മസങ്കടത്തിൽ പറയേണ്ടത്. എന്നെ തോൽപ്പിച്ചത് ഈ പെരുന്നയിലെ പോപ്പാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പറയേണ്ടി വരുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.